ഇന്ത്യൻ സൂപ്പർ ലീഗ് ആവേശകരമായി പുരോഗമിക്കവേ നിർണായക നീക്കവുമായി കേരള ബ്ലാസ്റ്റേഴ്സ്. സീസണിലെ ടീമിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യ പരിശീലകനായ മിഖായേൽ സ്റ്റാറിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പാതി വഴിയിൽ പുറത്താക്കിയിരിക്കുകയാണ്. ടീം പ്രതീക്ഷിച്ച നിലവാരം കാട്ടാത്തതും ആരാധകരടക്കം ബ്ലാസ്റ്റേഴ്സിന് എതിരാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ടീം കടന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ പ്ലേ ഓഫ് പ്രതീക്ഷകളും ഏറെക്കുറെ അവസാനിച്ച ഘട്ടത്തിലാണ് കടുത്ത നടപടിയിലേക്ക് ടീം കടന്നിരിക്കുന്നത്. 12 മത്സരത്തിൽ നിന്ന് 3 ജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചത്. 2 മത്സരം സമനിലയായപ്പോൾ 7 മത്സരവും ടീം തോറ്റു. മോഹൻ ബഗാനോട് 3-2 തോറ്റ് 2 ദിവസം പിന്നിടുമ്പോഴേക്കുമാണ് നടപടി. ബ്ലാസ്റ്റേഴ്സിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിൽ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയടക്കം പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ടീമിന് പിന്തുണ നൽകിയില്ലെന്ന തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കടന്നത്. മിഖായേലിനൊപ്പം സഹപരിശീലകരെയും പുറത്താക്കിയെന്നാണ് എടുത്തു പറയേണ്ടത്. ബോൺ വെസ്ട്രോ, ഫെഡറിക്കോ പെരേറ, മൊറൈസ് എന്നിവരെയും ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇവാൻ ബുക്കാമാനോവിച്ചിന്റെ പകരക്കാരനായി എത്തിയ പരിശീലകനാണ് സ്റ്റാറെ. ബ്ലാസ്റ്റേഴ്സിനെ ഉന്നതിയിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിന് കീഴിൽ ടീം നിരാശപ്പെടുത്തി. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. എന്തായാലും മിഖായേലിനെ നീക്കി ആരാധകരോടൊപ്പം നിന്ന് മോശം പ്രകടനത്തിന്റെ ക്ഷീണം മാറ്റാമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ കണക്കുകൂട്ടൽ.